ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ മലയാളം ക്ലാസ്സിൽ 8ാമത്തെ പാഠഭാഗമാണ് അല്ലേ നോക്കിയത്. പാഠം 8 കുഞ്ചൻ നമ്പ്യാർ. പ്രാചീന കവിത്രയങ്ങളിൽ 3ാമത്തെ ആളാണ് കുഞ്ചൻ നമ്പ്യാർ അല്ലേ. ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇദ്ദേഹം തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് അല്ലേ. തുള്ളൽ എത്ര വിധമാണ്? 3 വിധം. ഓട്ടൻതുള്ളൽ, പറയൻതുള്ളൽ, ശീതങ്കൻതുള്ളൽ അല്ലേ. അതെ, മലയാളത്തിലെ ഹാസ്യ കവിത്രയങ്ങളിൽ ഒരാളായിരുന്നു കുഞ്ചൻ നമ്പ്യാർ അല്ലേ. നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവുമാണ്. പിന്നെയോ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ലളിതമായ ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം എഴുതിയത് അല്ലേ. നമ്മളെ ചിരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഫലിതങ്ങളും പരിഹാസങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതയിലുടനീളം കാണാമെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ. നമ്പ്യാരുടെ കവിതകളുടെ പ്രത്യേകത എന്താണ്? അദ്ദേഹം വർണ്ണനയിൽ നേളിക്കുന്ന കേരളീയതയുള്ളൊരു കവിയാണ് അല്ലേ. നമ്പ്യാരുടെ കവിതകളിലെല്ലാം തന്നെ കേരളീയത അല്ലെങ്കിൽ കേരളത്തനിമ, കേരളീയരായ നമ്മൾ മലയാളികളായ നമ്മുടെ ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ വർണ്ണനയിലധികവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃതികളിലധികവും നമ്മളുടെ ഈ ഭാഷയാണ് നേളിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ജനകീയ കവി എന്നുമാണ് അല്ലേ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതുവരെയല്ലേ പറഞ്ഞത്. യെസ്, അപ്പോൾ നമുക്കിന്ന് ബാക്കി കൂടെ നോക്കാം. പിന്നെ നമ്മൾ എന്തു പറഞ്ഞു? ഓക്കെ, നമ്മൾ നമ്പ്യാരുടെ 2 കൃതികളിലെ കുറേ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. നളചരിതം ആട്ടക്കഥയിലെ വരികളും അതുപോലെ തന്നെ ബാണയുദ്ധത്തിലെ വരികളും നമ്മൾ പഠിച്ചു അല്ലേ. ബാണയുദ്ധത്തിൽ എന്താ പറഞ്ഞത്? കൊച്ചുകിടാങ്ങൾ 4-5 അയ്യോ കൊച്ചു കരഞ്ഞിടുന്നു, ഒന്നിനെ എളിയിലെടുക്കാം പിന്നെ ഒന്നിനെ കൈക്ക് പിടിച്ചു നടത്താം, പിന്നുള്ളതിനെ കൊണ്ടൊരു ഭയം കണ്ടില്ലേ ഞാൻ എങ്ങനെ വേണ്ടു. 4-5 കുട്ടികളെ കൊണ്ട് വിഷമിക്കുന്ന ഒരു അമ്മയുടെ വേദനയാണ് നമ്പ്യാർ സരസമായ ഭാഷയിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അല്ലേ. പിന്നെ നളചരിതത്തിലാണെങ്കിലോ, നളചരിതത്തിൽ വീട്ടിലുള്ള ഉപകരണങ്ങളെയെല്ലാം അല്ലെങ്കിൽ വീട്ടിലുപയോഗിക്കുന്ന നമ്മുടെ ഉരുളി, അതേപോലെ തന്നെ പിന്നെയോ ഉരൽ, അങ്ങനെ ചിരവ, അരകല്ല്, ഇതിനെയെല്ലാം എടുത്തെറിയുന്ന അരിശം വന്നിട്ട് അല്ലെങ്കിൽ ദേഷ്യം വന്നിട്ട് എടുത്തെറിയുന്ന ഒരു നായർ ഗൃഹനാഥനെയാണ് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്രയുമെല്ലാമാണ് ചർച്ച ചെയ്തത്. ഇനി നമുക്ക് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് കൂടുതലായി അറിയാം. ഓക്കെ, അടുത്ത പേജിൽ നോക്കൂ. ഉദ്ദേശം 1700 കിള്ളിക്കുറിശ്ശിമംഗലം കലക്കത്തു ഭവനത്തിൽ ജനിച്ച കുഞ്ചൻ നമ്പ്യാർ വിദ്യാഭ്യാസത്തിനു ശേഷം ചെമ്പകശ്ശേരി രാജസദസ്സിൽ അംഗമായി. ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1700 ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ 1700 കാലഘട്ടത്തിൽ ഇദ്ദേഹം ജീവിച്ചത് കിള്ളിക്കുറിശ്ശിമംഗലം, ഒറ്റപ്പാലത്ത് കിള്ളിക്കുറിശ്ശിമംഗലത്താണ്. കിള്ളിക്കുറിശ്ശിമംഗലം കലക്കത്തു ഭവനത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഓക്കെ, വിദ്യാഭ്യാസ കാലഘട്ടത്തിനു ശേഷം ഇദ്ദേഹം ചെമ്പകശ്ശേരി രാജസദസ്സിൽ അംഗമായി. ചെമ്പകശ്ശേരി രാജസദസ്സ് രാജാവിൻ്റെ കൊട്ടാരം അല്ലെ, രാജാവ് വസിക്കുന്ന ഇടം, അവിടെ ഇദ്ദേഹം അംഗമായി. മാർത്താണ്ഡവർമ്മ ചെമ്പകശ്ശേരി രാജ്യം കീഴടക്കിയപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തെത്തി മാർത്താണ്ഡവർമ്മയുടെ രാജസദസ്സിൽ അംഗമായി. എന്താണ്? അദ്ദേഹം മാർത്താണ്ഡവർമ്മ ചെമ്പകശ്ശേരി എന്ന ആ രാജ്യം കീഴടക്കിയപ്പോൾ, അദ്ദേഹം രാജാവാണ്, കീഴടക്കിയപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തെത്തി. അങ്ങനെ മാർത്താണ്ഡവർമ്മയുടെ രാജസദസ്സിൽ ഇദ്ദേഹം ആരായി? ഒരു അംഗമായി മാറുകയാണ് ചെയ്തത്. പിന്നെയോ നമ്പ്യാർ തുള്ളൽ കൃതികളിൽ രചിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട്. മാം ഫസ്റ്റത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ. എന്തായിരുന്നു ആ ഐതിഹ്യം? ആ കഥ നമുക്കൊന്ന് നോക്കാം. ഒരിക്കൽ ചാക്യാർകൂത്ത് പറഞ്ഞുകൊണ്ടിരിക്കെ മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന നമ്പ്യാർ ഉറങ്ങിപ്പോയി. ഒരിക്കൽ ചാക്യാർകൂത്ത്, അതൊരു കലാരൂപമാണ്, ആ ചാക്യാർകൂത്ത് പറഞ്ഞുകൊണ്ടിരിക്കെ മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്നു. മിഴാവ് എന്താണെന്നുള്ളത് മിസ് ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്.
ഓക്കെ, ഇതാണ് മിഴാവ്. മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന നമ്പ്യാർ ഉറങ്ങിപ്പോയി. ഇതിന് ചാക്യാർ നമ്പ്യാരെ കണക്കറ്റ് പരിഹസിച്ചു. എന്ന് വെച്ചാൽ ഇങ്ങനെ ഉറങ്ങിപ്പോയപ്പോൾ അദ്ദേഹം ആ കലാരൂപത്തിൻ്റെ ഇടയിൽ അത് അവതരിപ്പിക്കുന്നതിനിടയിൽ മിഴാവ് കൊട്ടുകയായിരുന്നു നമ്മുടെ നമ്പ്യാർ. അങ്ങനെ അതിനിടയിൽ വെച്ച് അദ്ദേഹം ഉറങ്ങിപ്പോയി. ഇതിന് ചാക്യാർ കൂത്ത് നടത്തുന്ന ചാക്യാർ നമ്പ്യാരെ എന്ത് ചെയ്തു? കണക്കറ്റ് പരിഹസിച്ചു. അദ്ദേഹത്തെ കണക്കില്ലാതെ അല്ലെങ്കിൽ വളരെയധികം പരിഹസിച്ചു. പിറ്റേന്ന് കൂത്തിൻ്റെ സമയമാകുമ്പോഴേക്കും ഒരു കൃതി എഴുതി തയ്യാറാക്കുകയും അത് ക്ഷേത്രവളപ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ നമ്പ്യാർ എന്ത് ചെയ്തു? അതിൻ്റെ പിറ്റേ ദിവസം ചാക്യാർ കൂത്തിൻ്റെ സമയമാകുമ്പോഴേക്കും ഒരു കൃതി അദ്ദേഹം എഴുതുകയും അതെഴുതി തയ്യാറാക്കി അത് ക്ഷേത്രവളപ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. കൂത്ത് കാണാനെത്തിയ ജനങ്ങൾ കൂത്തു കാണാതെ നമ്പ്യാരുടെ തുള്ളൽ കണ്ട് ആഹ്ലാദത്തോടെ കൈയടിച്ചു. അങ്ങനെ നമ്മുടെ ഈ തുള്ളൽ കലാരൂപം അദ്ദേഹം അവതരിപ്പിക്കുകയും അവിടെ കൂടിയ ജനങ്ങളെല്ലാം ചാക്യാർ കൂത്ത് കാണാതെ നമ്പ്യാരുടെ ഈ പുതിയ കലാരൂപം, നമ്പ്യാർ ആവിഷ്കരിച്ച ഈ തുള്ളൽ എന്ന കലാരൂപം കണ്ട് ആഹ്ലാദത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ എന്ത് ചെയ്തു? കൈയടിച്ചു. പിന്നെയോ തുള്ളലുകൾ ഓട്ടൻ, ശീതങ്കൻ, പറയൻ എന്ന് 3 വിധമുണ്ട്. മിസ് പറഞ്ഞിരുന്നു അല്ലേ തുള്ളൽ 3 വിധമാണെന്ന്. ഓക്കെ, ഇവയുടെ ഇതിവൃത്തങ്ങൾ പുരാണ ഇതിഹാസങ്ങളിൽ നിന്നും സ്വീകരിച്ചതാണ്. അതായത് പുരാണങ്ങൾ, എന്താണ് പുരാണ-ഇതിഹാസം? രാമായണം, മഹാഭാരതം തുടങ്ങിയുള്ള ഇതിവൃത്തങ്ങളിൽ നിന്ന് സ്വീകരിച്ചതാണ്. അതിൻ്റെ ഇതിവൃത്തമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിലെല്ലാം തന്നെ ആവിഷ്കരിച്ചിരിക്കുന്നത്. പിറ്റേന്ന് കൂത്തിൻ്റെ സമയമാകുമ്പോഴേക്കും ഒരു കൃതി എഴുതി തയ്യാറാക്കുകയും അത് ക്ഷേത്രവളപ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ നമ്പ്യാർ എന്ത് ചെയ്തു? അതിൻ്റെ പിറ്റേ ദിവസം ചാക്യാർ കൂത്തിൻ്റെ സമയമാകുമ്പോഴേക്കും ഒരു കൃതി അദ്ദേഹം എഴുതുകയും അതെഴുതി തയ്യാറാക്കി അത് ക്ഷേത്രവളപ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. കൂത്ത് കാണാനെത്തിയ ജനങ്ങൾ കൂത്തു കാണാതെ നമ്പ്യാരുടെ തുള്ളൽ കണ്ട് ആഹ്ലാദത്തോടെ കൈയടിച്ചു. അങ്ങനെ നമ്മുടെ ഈ തുള്ളൽ കലാരൂപം അദ്ദേഹം അവതരിപ്പിക്കുകയും അവിടെ കൂടിയ ജനങ്ങളെല്ലാം ചാക്യാർ കൂത്ത് കാണാതെ നമ്പ്യാരുടെ ഈ പുതിയ കലാരൂപം, നമ്പ്യാർ ആവിഷ്കരിച്ച ഈ തുള്ളൽ എന്ന കലാരൂപം കണ്ട് ആഹ്ലാദത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ എന്ത് ചെയ്തു? കൈയടിച്ചു. പിന്നെയോ തുള്ളലുകൾ ഓട്ടൻ, ശീതങ്കൻ, പറയൻ എന്ന് 3 വിധമുണ്ട്. മിസ് പറഞ്ഞിരുന്നു അല്ലേ തുള്ളൽ 3 വിധമാണെന്ന്. ഓക്കെ, ഇവയുടെ ഇതിവൃത്തങ്ങൾ പുരാണ ഇതിഹാസങ്ങളിൽ നിന്നും സ്വീകരിച്ചതാണ്. അതായത് പുരാണങ്ങൾ, എന്താണ് പുരാണ ഇതിഹാസം? രാമായണം, മഹാഭാരതം തുടങ്ങിയുള്ള